കേരളത്തിൽ തന്നെ എന്ന് വേണ്ട ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൂടി സിദ്ധിച്ച മഹാഗുരു ബാലാലയ പ്രതിഷ്ഠ നടത്തിക്കൊടുത്ത അവിടുത്തെ വത്സല ശിഷ്യനായ സ്വാമി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായ അരുമാനൂർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ശിവനെ സ്തുതിച്ചുകൊണ്ട് ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷമോ അതിന് മുൻപോ രചിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു സ്തോത്രമാണ് തേവാര പദികങ്ങൾ എന്ന കൃതിയിലെ 5 പദികങ്ങൾ, 10 പദ്യം വീതമടങ്ങുന്ന 5 പദികങ്ങൾ അടങ്ങിയ തേവാര പദികങ്ങൾ എന്ന കൃതിയിലെ 1-ാമത്തെ പദികം. അറുശീർ അശിരിയ എന്ന വൃത്തത്തിൽ മഹാഗുരു ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് പാടിയ ഒരു അനുഭൂതിയുടെ പാടലാണ്. അപ്പോൾ ഈ തേവാരം എന്നൊരു വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമ്മളൊരു പക്ഷേ ആലോചിക്കുമായിരിക്കാം. ഈ തമിഴ് സിദ്ധന്മാരുടെ, പ്രത്യേകിച്ച് അപ്പരുടെ പാടലുകളൊക്കെ അറിയപ്പെടുന്നത് തേവാരങ്ങൾ എന്നാണ്. തേവാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രത്യേകമായ പൂജ എന്നാണ്. ഇപ്പോൾ നമുക്ക് ബ്രാഹ്മണ കുടുംബത്തിലേക്കൊക്കെ ചെന്നാൽ അവിടെ തേവാരം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുളിയും തേവാരവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തേവാരം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു മൂർത്തി ഉണ്ടാവും. അപ്പോൾ ആ മൂർത്തിയെ അവർ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നതിനെയാണ് തേവാരം എന്ന് വിളിക്കുക. അങ്ങനെ പ്രത്യേകമായിട്ട് ശിവനെ പൂജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തമിഴ് സിദ്ധന്മാർ പാടിക്കൊണ്ടിരുന്ന ഗീതികളാണ് തേവാരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ തേവാരങ്ങളുടെ മാതൃകയിലാണ് തൃപ്പാദങ്ങൾ ഈ തമിഴ് സ്തോത്രം രചിച്ചിരിക്കുന്നത്. മഹാഗുരുവിന് തമിഴ് ഭാഷയിലുള്ള അവഗാഹം എത്ര വലുതാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹാഗുരുവിൻ്റെ കൃതി കൂടിയാണ് തേവാര പദികങ്ങൾ. ജ്ഞാനോദയമേ ഞാതുരുവേ നാമാദിയിലാ നർഗതിയേ യാനോ നീയോ യാതിപരം യാതായി വിടുമോ പേശായേ தேனார்தில்லை சீரடியார் தேடும் நாடாமருமானூர் கோனே மானேர் விழிபாகம் കൊണ്ടായി നയിനാർ നായകമേ. ഇങ്ങനെ പോകുന്നു. ജ്ഞാനോദയമേ, ജ്ഞാനത്തിൻ്റെ ഉദയമേ, ജ്ഞാതുരുവേ, നാമാദിയിലാ നർഗതിയെ, നാമാദികളില്ലാത്തവനെ, യാനോ നീയോ യാതിപര. എനിക്കൊരു സംശയമുണ്ട്. ഞാനാണോ നീയാണോ ഇവിടെ ആദി പരമ്പൊരുളായിട്ടുള്ളത്? പേച്ചായേ, എനിക്ക് പറഞ്ഞു തന്നാലും. തേനാർ തില്ലൈ ചീരടിയാർ തേടും നാടാമരുമാനൂർ. തില്ലൈ ദേശം, ചിദംബരം ദേശത്തെയാണ് തില്ലൈ ദേശം എന്നറിയപ്പെടുന്നത്. ആ സ്ഥലം അറിയപ്പെടുന്നത് തില്ലൈ എന്നാണ്. അപ്പോൾ തേനാർ തില്ലൈ, തേനൂറുന്ന തില്ലൈ ദേശത്തുള്ള സിദ്ധന്മാർ തേടിക്കൊണ്ടിരിക്കുന്ന അരുമയാന ഊരായ അരുമാനൂരിൽ വാഴുന്ന അല്ലയോ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ തേവാര പദികങ്ങൾ എന്ന കൃതി ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മെ കടത്തിക്കൊണ്ട് പോകുന്നത് ആത്മീയതയുടെ മൗനഘനാബ്ധിയിലേക്കാണ്. അഥവാ സാധനാ മാർഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഈ ശിവനെ പ്രാപിക്കാം എന്ന മാർഗങ്ങളാണ് ഗുരു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അതും വൃത്തനിബദ്ധമായി തന്നെ തൃപ്പാദങ്ങൾ എഴുതി തന്നിരിക്കുന്നു. ഇതിൽ 2, 4, 5 പദ്യങ്ങൾ നമുക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയാണ്. കാരണം അതൊരു പ്രത്യേകതരം കലിത്തുറ എന്ന വൃത്തത്തിലാണ് തൃപ്പാദങ്ങൾ എഴുതി തന്നിട്ടുള്ളത്. എന്നാൽ മനോഹരമായ ഒരു വൃത്തത്തിൽ, കലിവൃത്തത്തിലാണ്, വിരുത്തം എന്നാണ് വൃത്തത്തെ തമിഴിൽ പറയുക. അപ്പം കലിവിരുത്തത്തിൽ തൃപ്പാദങ്ങൾ നമുക്ക് 3-ാമത്തെ ശ്ലോകം കുറച്ച് ഈണത്തിലും താളത്തിലും ഒക്കെ പാടത്തക്ക രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഓമാനിയിൽ നിൽക്കും പൊരുൾ നീ താനുലകെങ്കും താമാക്കി വളർന്നോകിയ ചാമാനിയ തേവേ വ്യോമാനല പൂനീരൊളിയോടാവിവിളക്കോടാമതനുപരായി നമുക്കായമിതാമേ. ഇനി ഈ തമിഴ് സ്തോത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകതരം പ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രാസത്തെ വിളിക്കുക മിക്കവാറും തമിഴ് സ്തോത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രാസമാണ് അന്താദിപ്രാസം. എന്ന് പറഞ്ഞാൽ അവസാനത്തെ വരി, ഒരു ശ്ലോകത്തിലെ അഥവാ പദ്യത്തിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്കോ ആ അവസാനത്തെ വരിയിലെ പ്രധാനപ്പെട്ട പദമോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അക്ഷരമോ കൊണ്ടായിരിക്കും അടുത്ത
ശ്ലോകം അഥവാ പദ്യം ആരംഭിക്കുന്നത്. ഇത് ഈ തമിഴ് സ്തോത്രങ്ങളിൽ മാത്രമല്ല, ഗുരുവിൻ്റെ മലയാള സ്തോത്രങ്ങളിലും ഈ ഒരു രീതി, ഈ അന്താതി പ്രാസം തൃപ്പാദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്തോത്രത്തിലായാലും നയനാർ പദികത്തിലായാലും ഈ ഒരു പ്രാസം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഈ കൃതിക്കുള്ളിലും, അതായത് ഈ മൂന്നാമത്തെ പദികത്തിലും ഈ അന്താതി പ്രാസം തൃപ്പാദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ജ്ഞാനാതിരേകം, അതോടൊപ്പം തമിഴിലുള്ള പ്രാവീണ്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കൃതിയാണ് മഹാഗുരുവിൻ്റെ തേവാര പദികങ്ങൾ എന്ന കൃതി. ഇനി തൃപ്പാദങ്ങളുടെ തർജ്ജിമ വിഭാഗത്തിൽപ്പെട്ട കൃതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് തിരുക്കുറലിൻ്റെ പരിഭാഷയായി, തമിഴ് കൃതിയായ തിരുവള്ളുവരുടെ കൃതിയായ തിരുക്കുറലിൻ്റെ പരിഭാഷയായി നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ, ഭാര്യാധർമ്മം, വർഷവർണ്ണനം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒഴിവിലൊടുക്കം എന്ന കൃതിയുടെ കണ്ണുടയ വെള്ളാളരുടെ ഒഴിവിലൊടുക്കം എന്ന കൃതിയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന സംസ്കൃത സ്തോത്രം അഥവാ സംസ്കൃത വേദ ഉപനിഷത്ത് നമുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ തൃപ്പാദങ്ങളെ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത ഒരു ശ്ലോകം, അത് ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളുടെ പുസ്തകത്തിൽ ഒരു തമിഴ് ശ്ലോകം എന്ന തലക്കെട്ടോട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത് തന്ന ഏക സ്തോത്രം അത് തമിഴിലാണ്. സംസ്കൃതത്തിൽ നിന്ന് തൃപ്പാദകളെ തമിഴിലേക്കാണത് വിവർത്തനം ചെയ്ത് തന്നിട്ടുള്ളത്. കാളിദാസൻ്റെ ഗംഗാഷ്ടകം, ഗംഗയെയാണ് അവിടെ പ്രകീർത്തിക്കുന്നത്. കാളിദാസൻ്റെ ഗംഗാഷ്ടകം എന്ന കൃതിയിലെ ആദ്യത്തെ ശ്ലോകം, കത്യക്ഷീണി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം തൃപ്പാദകൾ നമുക്ക് തമിഴിലേക്ക് വിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ട്. കൺകളെത്തനേ കരോടിയെത്തനേ കരിപ്പുലിത്തൊലികളെത്തനേ തിങ്കളിൻ കലിവിടങ്ങൾ ചീറുമരവങ്ങളെത്തനേ ചെറിയന്തെഴും കങ്കൈ നീയുമിതുപോൽ കണക്കിലേ നിന്നേരിൽ മൂழ்കുവോരോവെன்றയും ചങ്കരിത്തുയരുമാങ്കു ചമ്പുവിൻ ചരൂപരാക്കീതു സത്യമേ. കൺകളെത്തനെ, കണ്ണുകളെത്ര, കരോടിയെത്തനെ, തലയോട്ടികളെത്ര, കരിപ്പുലിത്തൊലികളെത്തനെ, ആനയുടെയും പുലിയുടെയും തോലുകളെത്ര, തിങ്കളിൻ കലൈ ചന്ദ്രക്കലകളെത്ര, വിടങ്ങൾ ചീറും അരവങ്ങളെത്തനെ, വിഷങ്ങൾ ചീറ്റുന്ന അരവം പാമ്പുകൾ എത്തനെ, ചെറിന്തെഴും കങ്കൈ, ഗംഗയെ തമിഴിൽ വിളിക്കുന്നത് കങ്കൈ എന്നാണ്. ചെറിന്തെഴും കങ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഗംഗൈ, നീയുമെത്തനെ കണക്കിലേ, നീ എത്രയാണ് എന്നുള്ളതിന് കണക്കില്ല. നിന്റെ നീരിൽ മൂழ்കുവോരൊവ്വെன்றയും, നിന്റെ അമൃതധാരയിൽ അല്ലെങ്കിൽ നിന്റെ നീരിൽ മുങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ മംഗളസ്വരൂപികളായി തീരും. ചമ്പുവിൻ പരൂപരാഗീട്, ഭഗവാൻ ശിവന്റെ പാതാരപിണ്ഡങ്ങളിലേക്ക് വിലയം പ്രാപിക്കും. ഇത് സത്യമേ, ഇത് സത്യം തന്നെയാണ്. ഒരു സംസ്കൃത ശ്ലോകത്തെ തൃപ്പാദങ്ങൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തു തന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവർത്തനം ചെയ്യപ്പെട്ട ഏക സ്തോത്രമായിട്ടാണ് ഈ തമിഴ് ശ്ലോകം എന്ന കൃതി അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഗംഗയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ പോലും ഇവിടെ കടന്നു വരുന്നത് ശിവവർണ്ണനയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൃതി ശിവസ്തോത്രങ്ങൾക്കുള്ളിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് തൃപ്പാദങ്ങളുടെ തമിഴ് സ്തോത്രങ്ങൾ. സ്തോത്രകൃതികൾ മാത്രമേ തമിഴിൽ തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ച് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഈ തമിഴ് സിദ്ധന്മാരോടും തമിഴ്നാട്ടിനോടും ഒക്കെയുള്ള ഒരു ഇഷ്ടം, നമുക്ക് ഗുരുവിന് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തന്നോട് ഒരു ഉപമ വരത്തക്ക രീതിയിലുള്ള സിദ്ധന്മാരായതുകൊണ്ടോ ശിവനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നവരായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം തൃപ്പാദങ്ങൾ ഈ തമിഴ് സിദ്ധന്മാരോട് ഇങ്ങനെ ഒരു ഇഷ്ടം കാണിക്കാനായിട്ട് കാരണമെന്ന് തോന്നുന്നു.